نستعينه ونؤمن به ونتوكل عليه. اللهم صل وسلم على محمد وعلى آل محمد. اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. السلام عليكم ورحمة الله وبركاته. സൂറത്ത് തഗാബുൻ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പതിമൂന്നായത്ത് വരെ എത്തിയത് അല്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി രണ്ടായത്തൊന്ന് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. إنما أموالكم وأولادكم فتنة إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. والله عنده أجر عظيم. ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയുന്നത് തന്നെ വന്നിട്ടുള്ളൂ. അൻദഹു എന്നുള്ളവിടെ വാവും അതിൻ്റെ മേലെ ചെറിയൊരു മദ്ദുണ്ട്. സില അൽ കുബ്ര ചേർത്ത് ഓതുമ്പോൾ മാത്രം വരുന്ന മദ്. അവിടെ നിർത്തുകയാണെങ്കിൽ എന്ത ചേർത്ത് ഓതുമ്പോൾ അടുത്ത് വരുന്നത് ഹംസ ആയതുകൊണ്ടാണ് കുറച്ചധികം നീട്ടേണ്ടത്. ഇന്നമാ അംവാലുക്കും അവിടെയും യാ അയ്യുഹ അവിടെയൊക്കെ മദ് മുൻഫസിലാണ്, മുത്തസിലല്ല, വേറെ വേറെ വാക്കുകളാണ്. അതുകൊണ്ട് നിർബന്ധമല്ല അധികം നീട്ടൽ. നാല് ഹർഫിൻ്റെ കതിറാണ് ചുരുങ്ങിയത് നീട്ടേണ്ടത് മുൻഫസിൽ നീട്ടത്. പക്ഷേ ഇവിടെ ലാസിമല്ല, ഒരേ വാക്കല്ലാത്തതുകൊണ്ട് നീട്ടാതെ രണ്ട് ഹർഫത്തിൻ്റെ അകത്ത് മാത്രം നീട്ടിയിട്ടും ഓതാം. യാ അയ്യുഹല്ലദീന അങ്ങനെ ഓതാം. ഇന്നമാ അംവാലുക്കും അങ്ങനെ ഓതാം. ഓക്കെ, ഇവിടെ സത്യവിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ച് അള്ളാഹു പറയാം. ഈമാനുള്ള ആളുകൾ, അള്ളാഹുവിലും പരലോകത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒരു മുന്നറിയിപ്പാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും. അദുവ് എന്ന് പറഞ്ഞാൽ ശത്രു, നമുക്ക് അറിയുന്ന വാക്കനാണ്. അദുവ് പറഞ്ഞാൽ ശത്രു. അസ്വാജ് സൗജിൻ്റെ ജംആണ് അസ്വാജ്, ഇണകൾ. ഔലാദ് വലതിൻ്റെ ജം. ഔലാദ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ നേരെ അർത്ഥം പറയുകയാണെങ്കിൽ ബോയ്സ് ആണെങ്കിലും മൊത്തത്തിൽ പറയുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികൾക്ക് മക്കളെ മൊത്തം ഉദ്ദേശിച്ച് അബ്നാ ഔലാദ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നിലക്കാണ്, പെൺകുട്ടികളെ ഒഴിവാക്കിയിട്ടല്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും, നിശ്ചയമായും നിങ്ങളുടെ ഭാര്യമാരിൽ ഉണ്ട്, വ ഔലാദിക്കും, നിങ്ങളുടെ മക്കളിലും ഉണ്ട്, അദുവൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കൾ. ഫഹ്ദറൂഹും, ഹദറ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു, ജാഗ്രത പുലർത്തി എന്നൊക്കെ അർത്ഥം. ഫഹ്ദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം, സൂക്ഷിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഭാര്യമാരും മക്കളൊക്കെ ശത്രുക്കളാണെന്നല്ല പറഞ്ഞത്. പിന്നെ മിൻ അസ്വാജിക്കും, അവരുടെ കൂട്ടത്തിൽ ചിലരങ്ങനെയാണ്.
എല്ലാവർക്കും മൊത്തത്തിൽ ബാധകമായിട്ടല്ല, എന്നാൽ ഭാര്യമാരുടെ കൂട്ടത്തിലും മക്കളുടെ കൂട്ടത്തിലൊക്കെ എന്തുണ്ടാകും? നിങ്ങൾക്ക് ചില ശത്രുക്കൾ ഉണ്ടാകും. ഇവിടെ പറയുന്ന ശത്രുത ഭൗതികമായ അർത്ഥത്തിലുള്ള ശത്രുത അല്ല, ഇവിടെ ദീനിയായ വിഷയങ്ങളിലുള്ള ശത്രുതയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അല്ലാത്ത നിലക്കുള്ള ശത്രു തന്നെ ഉണ്ട് അല്ലേ? സ്വത്ത് കിട്ടാൻ വേണ്ടി വാപ്പാനെ കൊല്ലണം, അവനവൻ്റെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ മയക്കുമരുന്ന് കാശ് കൊടുക്കാത്തതിന് ഉമ്മാനെ കൊല്ലണം, ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ നിത്യം കേൾക്കുന്ന സംഭവങ്ങൾ. ആ നിലക്കുള്ള ശത്രുത വേറെ ഉണ്ട്. ഇവിടെ പറയണത് അതല്ല. ഇവിടെ പറയുന്നത് അസ്വാജ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വിശദീകരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണുക. അതായത് ഭാര്യമാരുടെ വിഷയത്തിലാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ആ നിലപാട് തിരിച്ചുണ്ടായാലും അതും അങ്ങനെ തന്നെയാണ്. സാധാരണ നിലക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വവും നിയന്ത്രണവും ഒക്കെ ആർക്കാണ്? പുരുഷന്മാർക്കാണ്, ഭർത്താക്കന്മാർക്ക്. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ പറയണത്. അതായത് അവരുടെ കൂട്ടത്തിൽ ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കാണാം സാധാരണ ആൾക്ക് പിന്നെ മതപരമായ വിഷയങ്ങളിൽ പല പ്രയാസങ്ങൾക്കും നഷ്ടങ്ങൾക്കും, മതപരമായ വിഷയങ്ങളിൽ മാത്രമല്ല ഭൗതികമായ വിഷയങ്ങളിലും, അതായത് കുടുംബത്തിനോടുള്ള ഭാര്യ മക്കളോടുള്ള കടപ്പാട്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതുപോലെ അവരുടെ കാരണം കൊണ്ട് അത് പല നിൽക്കാം. ചിലപ്പോൾ നമുക്ക് അവരോടുള്ള അമിതമായ വാത്സല്യം, അവരെ ആവശ്യപ്പെടാനും നിർബന്ധിക്കാനും തന്നെ അവരുടെ കാര്യത്തിൽ നമ്മൾ അമിതമായി അവരെ ദുനിയാവിലെ സുഖം ഉദ്ദേശിച്ചിട്ട് പലതും ചെയ്യാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക. ചില കാര്യത്തിൽ നേരെ തിരിച്ചാവും, അവരെ വാശിയും നിർബന്ധവും കാരണമായിരിക്കും. അപ്പം അതുകൊണ്ട് ഭൗതികമായ ഭാരങ്ങൾ കൂടും, സാമ്പത്തിക ബാധ്യത വർദ്ധിക്കും, കടം കൂടും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഭൗതികമായിട്ടുണ്ട്. പിന്നുള്ളത് നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കുറയാം. ദാനധർമ്മങ്ങൾ മുടക്കുക. കാരണം അവനവൻ്റെ ജീവിത സുഖ സൗകര്യമൊക്കെ ഉദ്ദേശിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുടക്കാൻ പറയും. അല്ലെങ്കിൽ കൂടുതൽ വലിയ വലിയ ആവശ്യങ്ങൾ പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇതിന് സൗകര്യപ്പെടാതെ വരും. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്നാക്കം നിൽക്കേണ്ടി വരിക. മൊത്തത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇസ്ലാമികമായ നിർബന്ധ ബാധ്യത സക്കാത്ത് പോലും ചിലർ കൊടുക്കില്ല. എന്താ? എപ്പോഴും മക്കളെ കാര്യം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കയ്യിലല്ല. എന്നാലും ചില ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായാൽ അതിന് വളർന്ന് വലുതായി, അതിനെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിച്ച് കൂട്ടുമ്പോൾ എത്രയേ ചിലവ്. അപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഇപ്പം തന്നെ നമ്മൾ കാര്യങ്ങളിലൊക്കെ പിശുക്കാൻ തുടങ്ങും, നിയന്ത്രണങ്ങൾ വെക്കും. അപ്പോൾ ചിലവാക്കൂല. ആവശ്യമുള്ള നല്ല കാര്യങ്ങൾക്ക് ചിലവാക്കാൻ മടിയാണ് ആൾക്കാർക്ക്. അങ്ങനെ പല രീതിയിലും. പിന്നുള്ളത് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഇവരെ കാരണം കൊണ്ട് പലരുമായിട്ട് പണങ്ങേണ്ടി വരും. ബന്ധങ്ങളാകലും, കുടുംബക്കാരായിട്ട് മാതാപിതാക്കളായിട്ട് പോലും പലപ്പോഴും അകൽച്ചുണ്ടാകാൻ ഇവരുടെ സ്വഭാവങ്ങളും നിലപാടുകളൊക്കെ കാരണമാകും. അതുപോലെ തന്നെ പിന്നെ ഇവർ മുഖേന ഉണ്ടാകുന്ന മറ്റ് അപമാനങ്ങൾ, പ്രയാസങ്ങൾ, നല്ല ദീനിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ മക്കൾ നാട്ടിൽ തോന്നിയതായിട്ട് നടക്കുമ്പോൾ അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും നമ്മുടെ ദീനിനെ ബാധിക്കുന്ന നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞ ശത്രുത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ തല്ലും കൊല്ലും എന്നുള്ളതല്ല. അപ്പം എന്ത് വേണം? ഫഹദറൂഹും, ആ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഈ ആയത്തിൻ്റെ വിശദീകരണം പിന്നെ പല ശേഖുമാർ ക്ലാസ് എടുക്കണമെന്ന് നോക്കി. അപ്പോൾ ചിലരൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. അദൂന്ന് അല്ലാഹുവോടെ പറഞ്ഞതിൻ്റെ ആ വാക്ക് ഉപയോഗിച്ചതിൻ്റെ അത് ഇവിടുന്നല്ല നമുക്ക് മനസ്സിലാവുക. പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടത് ഇവരെ കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരെ കാര്യത്തിൽ നമ്മൾ അമിതമായി അതിൽ പിന്നെ സമയവും സമ്പത്തും ഒക്കെ അധ്വാനമൊക്കെ ചിലവാക്കിയതുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മറ്റു പലതും ചെയ്യാൻ പറ്റാതെ പോയത്, നഷ്ടപ്പെട്ടു പോയത്, നമ്മുടെ ബന്ധങ്ങൾ തകരാറിലായത് എന്നൊക്കെ അവിടെ വെച്ച് മനസ്സിലാകുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഇപ്പം തന്നെ സൂക്ഷിക്കണം. ഫഹദറൂഹും, എന്താ അതിലുള്ള സൂക്ഷ്മത? അവർ പറയുമ്പോൾ, അവർ നിർബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ നിങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് അവർ കാരണമാകാതെ നോക്കുക. അവർ നിർബന്ധിച്ചിട്ടാണെങ്കിൽ ആ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കുക. അല്ലെങ്കിൽ അവർ നിർബന്ധിക്കാതെ നമുക്ക് തന്നെ അവരോട് അമിതമായ സ്നേഹവും വാത്സല്യവും അവരുടെ കാര്യത്തിലും അമിതമായ ശ്രദ്ധയ്ക്ക് കാരണം അങ്ങനെയാണെങ്കിലും അത് നമ്മൾ
ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ദീന് നഷ്ടപ്പെടുന്ന രീതിയിൽ അതിലേക്ക് പോകരുത്. വേറെ ആയത്തിലുണ്ടല്ലോ, പിന്നെ യായുഹല്ലദീനാമനു അതല്ല, യായുഹല്ലദീനാമനു ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളെ മക്കളും സമ്പത്തും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അശ്രദ്ധരാക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ 5-8 അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിനേക്കാളും അധികം ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നടപടി കാത്തിരുന്നു കൊള്ളുക എന്ന് താല്പര്യമായിരുന്നു. അവിടെ പറഞ്ഞ ഷഹവാത്തുകൾ പറഞ്ഞത് ഭാര്യമാരും മക്കളൊക്കെയാണ് ആദ്യം എണ്ണി പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉള്ള താല്പര്യത്തിന് എന്ത് വേണം, ഒരു അതിര് വേണം. ഒന്നും വേണ്ടാന്നല്ല, അതൊക്കെ നമുക്ക് നിർബന്ധ ബാധ്യതയുള്ള കാര്യം. അവരെ ചിലവ്, അവരെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കൽ, അവരെ സംരക്ഷണം, അതൊക്കെ നമ്മളെ മേലുള്ള ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്താനും പാടില്ല. എന്നാൽ അതിൽ അമിതമാവുകയും അതിൻ്റെ പേരിൽ ദീന് നഷ്ടം വരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്. അത് നിങ്ങൾ സൂക്ഷിക്കണം. പലപ്പോഴും അവരിൽപ്പെട്ട ചിലർ, എല്ലാവരും നല്ല പറഞ്ഞത്, ഇങ്ങനെ ഈ നിലക്കുള്ള ശത്രുതക്ക് കാരണമായി തീരും, നഷ്ടത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് അവരിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു പറയണത് എന്താ? ഇതിൻ്റെ ഒരു വിശദീകരണം, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നിശ്ചയമായും ഓക്കെ അത് വിട്ടു. അപ്പം ഇങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ സൂക്ഷ്മത കാണിക്കണം. എന്നാൽ അതിൻ്റെ ഒരു മറുവശം പറയണം, വ ഇൻ തഅഫു, നിങ്ങൾ അഫുവ് കാണിക്കുകയാണെങ്കിൽ, അഫു പറഞ്ഞാൽ വിട്ടുവീഴ്ച. നമ്മൾ അള്ളാഹുവിനോട് ഏറ്റവും അധികം ചോദിക്കാൻ ആവശ്യപ്പെട്ട കാര്യമാണ് അഫു. അല്ലേ, ലൈലത്തുൽ ഖദറിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയത്ത് അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ എന്ന അള്ളാഹുവിനോട് അഫുവിനെ ചോദിക്കണം, വിട്ടുവീഴ്ച ചോദിക്കണം. അത് നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്. ഖുർആനിൽ പല സ്ഥലത്ത് അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയണത്, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുകയാണെങ്കിൽ, വതസ്ഫഹു, വിശാലത കാണിക്കുകയാണെങ്കിൽ, വതഗ്ഫിറു, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ അവരെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള ചില നിലപാടുണ്ടാകുമ്പോൾ അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ അവരുമായിട്ട് നിൽക്കുക. എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരിക്കുക, എന്നിട്ട് അവരോട് വിട്ടുവീഴ്ച കാണിക്കുക. കാരണം സ്വാഭാവികമായിട്ടും ഭാര്യമാരായാലും മക്കളായാലും നമ്മൾ അത്ര തന്നെ കാര്യങ്ങളെക്കുറിച്ച് ആലോചനയുള്ളവരാകണമെന്നില്ല. അപ്പോൾ അവരോട് കർക്കശ നിലപാടല്ല സ്വീകരിക്കേണ്ടത്, വിട്ടുവീഴ്ചയും മയവും ഒക്കെ കാണിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. കാരണം ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയമായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവനുമാണ്. അപ്പോൾ ഇതിലൊരു ബാലൻസ് വേണമെന്ന് അർത്ഥം. അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റണം. അതുപോലെ ഇവരുടെ കാര്യത്തിലുള്ള അമിതമായ ഉത്കണ്ഠയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളോ ഒക്കെ നമ്മൾ ദീനിൽ വീഴ്ച വരുത്താൻ കാരണമാകാതെ ശ്രദ്ധിക്കണം. എന്നാൽ അതിൻ്റെ പേരിൽ അവരോട് വളരെ കർക്കശമായ രൂക്ഷമായ പ്രയാസം ഉണ്ടാക്കുന്ന ശൈലികളും നിലപാടുകളൊന്നും സ്വീകരിക്കാതെ അവർക്ക് ആ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് നല്ല രീതിയിൽ അവരോട് പെരുമാറണം. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവരുമാകുന്നു. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. നമ്മൾ ഇപ്പോഴും പറയല് ഇന്നമാന്ന് ഒരു കാര്യം പറഞ്ഞതിന് ശേഷമുള്ളത് അങ്ങനെ മാത്രമാണ് അതെന്ന് പറയാനാണ് ഇന്നമാന്ന് പറയുന്നത്. അപ്പോൾ ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിശ്ചയമായും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളുമൊക്കെ ഫിത്ന മാത്രമാണ്. ഇവിടുത്തെ ഫിത്നയുടെ ഉദ്ദേശം പല അർത്ഥമുണ്ട്, കുഴപ്പം നടത്തേണ്ട. ഇവിടെ ഉദ്ദേശം പരീക്ഷണം. ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ്. അതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത് ഒരു പരീക്ഷണമായിക്കൊണ്ടാണ്. അതുകൊണ്ട് ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകരുത്. അപ്പോൾ മക്കളും സമ്പത്തൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മക്കൾ അനുഗ്രഹമാണെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞു. അപ്പോൾ അനുഗ്രഹങ്ങൾ എപ്പോഴും എന്താവണമെന്നില്ല, നമുക്ക് ഗുണം തന്നെ ആവണമെന്നില്ല. അതുകൊണ്ട് പ്രയാസവും വരാം, അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് കുറേ മക്കളും കുറേ സമ്പത്തൊക്കെ ഉള്ള ഒരു നല്ല വലിയ ഭാഗ്യവാന്മാരാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. മക്കളില്ല എന്നുള്ളതുകൊണ്ട് മാത്രം അതൊരു വലിയ നഷ്ടമായിട്ട് അങ്ങനെയും വിചാരിക്കേണ്ടതില്ല. അള്ളാഹു എന്തിനാണ് കിട്ടിയത്, അള്ളാഹു തന്നത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നമ്മളെ നിലപാട് എന്താണ്, അതാണ് പ്രധാനം. അപ്പോൾ അത് നഷ്ടം വരാത്ത രീതിയിൽ അള്ളാഹുവിന് തൃപ്തി ഉള്ള രീതിയിലാവുക എന്നുള്ളതിലാണ് വിജയം. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു അളീമായിട്ടുള്ള ഉന്നതമായ മഹത്തായ അജ്ർ, പ്രതിഫലം ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിനെതിരായ നിലപാടൊക്കെ സ്വീകരിക്കലപ്പോഴാണ് ഇവിടുത്തെ കാര്യം ശരിയാകാൻ വേണ്ടി, ഇവിടുത്തെ കാര്യത്തിൽ അവരിഷ്ടം സമ്പാദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ദുനിയാവിൽ നമ്മളെ മക്കളുടെ കാര്യത്തിൽ ഒക്കെ മറ്റുള്ളവരെക്കാളും
മികവ് കാണിക്കാൻ പറ്റും. അതൊക്കെ ഉദ്ദേശിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ പ്രതിഫലമുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു. ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഈ പരീക്ഷണത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചും അള്ളാഹുവിന് നന്ദി കാണിച്ചും അതിലതിര് പിന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ അതിര് കവിച്ചിലില്ലാതെയൊക്കെ സൂക്ഷിക്കുക. അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക. അതിലാണ് വിജയം. അതുകൊണ്ടാണ് ഉന്നതമായ പ്രതിഫലം പരലോകത്ത് നേടാൻ പറ്റുക എന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക.